إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരിച്ചു പിരിഞ്ഞ നമ്മുടെ അലവിക്കുട്ടികാക്ക സഹോദരൻ നൗഷാദിന്റെ ഉപ്പ, അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട ആ പിതാവിനെയും നമ്മളെയും എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗ്ഗപ്പൂങ്കാവനത്തിൽ ഇടം നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും ആദരിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിന്റെ വലിയ നിർദ്ദേശമായി ഇബാദത്തായി പഠിപ്പിച്ച കാര്യമാണ് പ്രവാചകനെ സ്നേഹിക്കുക എന്നുള്ളത്. ആ പ്രവാചകനെ സ്നേഹിക്കാത്ത ആളുകൾ ഒരിക്കലും സത്യവിശ്വാസിയാവുകയില്ല എന്നുള്ളത് മതം അടിവരയിട്ട് പഠിപ്പിച്ച കാര്യമാണ്. എമ്പാടും ഹദീസുകളിലൂടെ പ്രവാചകൻ അത് പഠിപ്പിക്കുകയും ചെയ്തു. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി ഇപ്രകാരം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളുടെ വിശ്വാസം പൂർണ്ണമാവുകയില്ല നിങ്ങളുടെ പിതാവിനേക്കാളും നിങ്ങളുടെ മക്കളെക്കാളും നിങ്ങൾക്ക് ദുനിയാവിൽ ആരൊക്കെ പ്രിയപ്പെട്ടവരുണ്ടോ അതിനേക്കാൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇഷ്ടം നിങ്ങളുടെ മനസ്സിൽ ആത്മാർത്ഥമായ ഇഷ്ടം ഉണ്ടാകുന്നത് വരെ. ഇത് ചില്ലറ ഒരു ഹദീസല്ല, നമ്മൾ പലതവണ പലകുറി കേട്ട ഹദീസാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നതിൽ നമുക്ക് നമ്മുടെ ദുനിയാവിന്റെ ഒരു ബന്ധവും ഒരു കെട്ടിക്കൊടുക്കും അല്ലെങ്കിൽ ദുനിയാവിന്റെ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളും ഒന്നും നമുക്ക് തടസ്സമാകാൻ പാടില്ല. ആ പ്രവാചകൻ പഠിപ്പിച്ച കാര്യം അതിനെതിരാണ് തന്റെ ഉപ്പ, തന്റെ ഉമ്മ, തന്റെ ഭാര്യ, ഭർത്താവ്, മാതാപിതാക്കൾ, മക്കൾ, തന്റെ സമ്പത്ത്, തന്റെ സാഹചര്യം, തന്റെ സമൂഹം, തന്റെ കുടുംബം. ആ പ്രവാചകന്റെ കൽപ്പനക്കെതിരാണ്. എതിരാവാൻ വേണ്ടിയാണ് എന്നോട് കൽപ്പിക്കുന്നത് എങ്കിൽ
ആ പ്രവാചകന്റെ പൊരുത്തത്തിന് ഞാൻ മുൻതൂക്കം കൊടുക്കുന്നതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഈ നിലക്ക് പ്രവാചകനെ ജീവിതത്തിൽ പിൻപറ്റലും അനുധാവനം ചെയ്യലും ആ പ്രവാചകനെ മനസ്സിൽ എല്ലാരെക്കാളും നമുക്ക് ഉമ്മയെ, നമ്മുടെ ഉപ്പയെ, നമ്മുടെ മക്കളെ, ഭാര്യയെ, ഭർത്താവിനെ, വേണ്ടപ്പെട്ടവരെയൊക്കെ അവർ മരിച്ചു പിരിയുമ്പോൾ, അതേപോലെ തന്നെ അവരെ കാണാതാകുമ്പോൾ, അല്ലെങ്കിൽ നഷ്ടപ്പെടുമ്പോൾ അതിനേക്കാളൊക്കെയുള്ള ഒരു വികാരം പ്രവാചകനോട് മുഅ്മിനുണ്ടാകും. പ്രവാചകൻ മരണപ്പെട്ട മദീനയിൽ ജീവിക്കാൻ സഹാബത്തിന് പലർക്കും സാധിച്ചില്ല. റസൂലുള്ളാഹിയുടെ വീട് കാണാൻ, റസൂലുള്ളാഹിയുടെ മിമ്പർ കാണുമ്പോൾ, റസൂലുള്ളാഹിന്റെ പള്ളി കാണുമ്പോൾ അവർക്ക് റസൂലുള്ളാഹിന്റെ മരണശേഷം അത് കാണാൻ സാധിക്കാത്ത അവസ്ഥ, പറ്റാത്ത അവസ്ഥ, താങ്ങാൻ കഴിയണില്ല. ചില സഹാബികളൊക്കെ മദീനയോട് വിട പറഞ്ഞു റസൂലുള്ളാഹി വഫാത്തായതിനു ശേഷം. സഹോദരന്മാരെ, ഇത് ആ ഒരു സഹാബത്തിനേക്കാൾ റസൂലുള്ളാഹിയെ സ്നേഹിച്ച ആരുമില്ല എന്നുള്ളത് നമുക്കറിയാം. ഇത് കേവലം ഒരു ദിവസത്തിലോ ഒരു മാസത്തിലോ ഒതുങ്ങേണ്ടതുമല്ല. ഈ റസൂലുള്ളാഹിനെ കുറിച്ച് പാടിപ്പുകയത്തിലും അതേപോലെ തന്നെ പറയലും ഇങ്ങനെ ഒരു കേവലം ഒരു സീസൺ പ്രവാചക സ്നേഹം പഠിപ്പിച്ചിട്ടുമില്ല. എന്നാൽ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ നിർബന്ധമായും ഉള്ള ഒരു പ്രവാചകനെ പിൻപറ്റുക, സ്നേഹിക്കുക, ഇത്തിബാഅ് ചെയ്യുക എന്നുള്ള ഈ ഇബാദത്തിനെ ഒരു ബിദ്അത്തിന്റെ രൂപത്തിലേക്ക്, അള്ളാഹുവിന്റെ കോപം കിട്ടുന്ന രീതിയിലേക്ക് ആളുകൾ മാറ്റിയെടുത്തു എന്നുള്ളതാണ് സങ്കടം. അത് മറ്റു മതസ്ഥരുടെയും ജൂതന്റെയും ക്രിസ്ത്യാനിയുടെയും, അതിൽ നിന്നും കടമെടുത്ത് ഷിയാക്കളുടെയും, അതിൽ നിന്നും കടമെടുത്ത് സൂഫിയുടെയും ആ രീതിയിൽ ചില ആളുകൾ ഇസ്ലാമിന് ഒരു പരിചയമില്ലാത്ത മുൻഗാമികൾക്കോ ഖുലഫാഉർ റാഷിദുകൾക്കോ സഹാബത്തിനോ റസൂലുള്ളാഹിന്റെ ഭാര്യമാർക്കോ അതേപോലെ തന്നെ വലിയ വലിയ ഇമാമിയങ്ങൾ, ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി, ഇവർക്ക് ആർക്കും പരിചയമില്ലാത്ത രീതിയിൽ റബീഉൽ അവ്വൽ മാസം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നബിന്റെ ആൾക്കാരാണ്, നബിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് മതത്തിൽ പുതിയ ഒരു രീതിയും സിസ്റ്റവും ഉണ്ടാക്കുകയാണ്. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് നബിദിനം ഈ പറയപ്പെട്ട രീതിയിൽ മീലാദ് കൊണ്ടാടുന്നില്ല എന്നുള്ളതിന് മതത്തിന് ഒരുപാട് മറുപടിയുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ ദീനിൽ ഒരു കർമ്മം അത് പുണ്യകരമാണ്, അത് സുന്നത്താണ്, അത് ഫർളാണ്, അത് ചെയ്യേണ്ടതാണ് എന്നുള്ളത് പഠിപ്പിക്കേണ്ടത് പ്രവാചകനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റസൂലുള്ളാഹിയുടെ ജീവിത കാലഘട്ടത്തിൽ അള്ളാഹു ആയത്തിറക്കി ഉമ്മത്തിനെ പഠിപ്പിച്ചു. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. റസൂലേ, ആ ഒരു ഹജ്ജത്തുൽ വദാഇന്റെ സമയത്താണ് ഈ ആയത്ത് ഇറങ്ങിയത്. റസൂലേ, ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് മതം പൂർത്തിയാക്കി, മതത്തിന്റെ നിയമങ്ങൾ A to Z പഠിപ്പിച്ചു തന്നു. അല്ലാഹു പറയാണ് റസൂലുള്ളാഹിയോട്, മതത്തെ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു, ഞാൻ അതിനെ പൊരുത്തപ്പെട്ടിരിക്കുന്നു, ഇനി അതിലേക്കൊന്നും ചേരാനില്ല, ഇനി അതിൽ നിന്നും ഒന്നും പിൻവലിക്കാനുമില്ല എന്ന ആയത്തിറങ്ങി. എല്ലാവർക്കും മനസ്സിലായി മതം പൂർത്തിയായി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു ജൂതൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളെ ഖുർആനിലൊരു ആയത്തുണ്ട്, ആ ആയത്ത് ഞങ്ങൾക്കാണ് ഇറങ്ങിയതെങ്കിൽ ഞങ്ങൾ അന്ന് പെരുന്നാളാക്കുമായിരുന്നു, ആ ദിവസം ഞങ്ങൾ ആഘോഷിക്കുമായിരുന്നു. അപ്പൊ ഏതാണ് ആയത്ത്? ഈ ആയത്ത് ഓതി കൊടുത്തു. ഇന്നേ ദിവസം നിങ്ങളുടെ മതം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എന്റെ നിയമത്ത് ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. ഇതെങ്ങാനും ഞങ്ങൾക്കാണ് ഇറങ്ങിയതെങ്കിൽ, ഞങ്ങളെ തോറയിലാണ് ഇറങ്ങിയതെങ്കിൽ ഞങ്ങളിത് ആഘോഷിക്കുമായിരുന്നു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ആയത്ത് ഇറങ്ങിയത് എപ്പോഴാണെന്നറിയാം, എവിടുന്നാന്ന് എനിക്കറിയാം. അഥവാ ഓലെ ഹജ്ജ് ചെയ്യണ സമയത്താണ്, ഹജ്ജത്തുൽ വദാഇന്റെ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിന്റെ സമയത്ത് ഈ ആയത്ത് ഇറങ്ങി. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ജൂതനെന്റെ ഇത്ര വലിയ സന്തോഷത്തിൽ അല്ലെങ്കിൽ ഇത്ര വലിയ കാര്യമായിട്ട് പറയാൻ കാരണം, മതത്തിന്റെ പേരിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ആളുകളാണ് ഞങ്ങൾ എന്ന് പറയുന്ന ആളുകളാണ് ജൂതൻ. അതേപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ആളുകളാണ് ഞങ്ങൾ എന്ന് പറയുന്നവരാണ് ക്രിസ്ത്യാനികൾ. ഇവർ ചെയ്തത് മതത്തിൽ അവർക്ക് തോന്നിയതൊക്കെ കയറ്റിക്കൂട്ടി.
ഇതുകൊണ്ട് ആ മതം കൊണ്ടു നടക്കാൻ പറ്റാതെയായി. പുതിയ മാമൂലുകളും അതേപോലെ തന്നെ കാട്ടിക്കൂട്ടലുകളും പുതിയത് ഓരോ പുരോഹിതനും ഉണ്ടാക്കുകയാണ്. അതിന് സാമ്പത്തിക ചെലവാണ്. മനുഷ്യനെ സാമ്പത്തികമായിട്ടും എല്ലാ നിലക്കും മതപുരോഹിതന്മാർ കാലങ്ങളായി ചൂഷണം ചെയ്യുന്നു. പക്ഷെ നിങ്ങളെ മതത്തിൽ അത് ഉണ്ടാവില്ലല്ലോ, നിങ്ങളെ മതത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടല്ലോ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഫുൾ സ്റ്റോപ്പ് ഇട്ടോ, ഇത് ജൂതന് മനസ്സിലായി, മാപ്പിളക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് വലിയ ഭാഗ്യമാണല്ലോ കിട്ടിയത്, ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ലല്ലോ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ കാലം കുറെ വന്നപ്പോ ജൂതന്റെ അവസ്ഥ, ജൂതന്മാരെ പിൻപറ്റുന്ന ജൂതന്മാരെയും നസ്രാണികളെയും പിൻപറ്റിയ അതേ റസൂലുള്ളാഹി പറഞ്ഞു അതുപോലെ ഒരവസ്ഥ എന്റെ ഉമ്മത്തിലെ ആളുകൾ ജ്യോതി ക്രിസ്ത്യാനികളെ പിൻപറ്റുന്ന അവസ്ഥ ഉണ്ടാവും. അതേ തന്നെ ഉണ്ടായത്. ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പാടിപ്പുകയറ്റി അള്ളാഹുവിന്റെ മകനാണെന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ സിഫത്തുകളൊക്കെ വെച്ചുകൊടുത്ത് വിശേഷണങ്ങളൊക്കെ വെച്ചുകൊടുത്തു, ഈസാ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അതേപോലെ തന്നെ മഹാന്മാര് മഹത്തുക്കൾ, അവരൊക്കെ പറഞ്ഞ് അവർക്ക് എല്ലാത്തിനുള്ള കഴിവുണ്ട്, നമ്മളെ നോക്കാനുള്ള കഴിവുണ്ട്, നമ്മുടെ പ്രയാസം നീക്കാനുള്ള കഴിവുണ്ട്, മക്കളെ തരാനുള്ള കഴിവുണ്ട്, നമുക്ക് ഐശ്വര്യം തരാനുള്ള കഴിവുണ്ട്. ഒരു ദൈവത്തെക്കുറിച്ച് ഒരു അന്യമതസ്ഥൻ അവരുടെ ദൈവങ്ങളെ കുറിച്ച് എന്താണോ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ദൈവ വിശ്വാസം ആ ദൈവത്തിന്റെ കഴിവുകൾ എന്തെല്ലാമാണ് പഠിപ്പിക്കുന്നത്, അതെല്ലാം അമ്പിയാ വലിയക്കന്മാർക്കുണ്ട്, മുത്തനബിക്കുണ്ട്. ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് അവരാണ്. അവരെ പടച്ചോനാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഞങ്ങളെ പടച്ചോൻ ഇന്ന വലിയാണ്, നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്നുള്ള രീതിയിൽ എത്തി കാര്യങ്ങൾ. ഇതൊക്കെ ജൂത ക്രിസ്ത്യാനികളുടെ നിലപാടിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഉണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നി അബ്ദുല്ലാ, ഞാൻ അള്ളാന്റെ അടിമയാണ്, വ റസൂലുഹു, അള്ളാഹുവിന്റെ ദൂതനാണ്, അതിലപ്പുറം എന്നെ കയറ്റിവെക്കല്ലേ. എനിക്ക് അള്ളാഹു തന്നൊരു പദവിയുണ്ട്. എന്താണ് ആ പദവി? അള്ളാഹിന്റെ റസൂലാണെന്നുള്ള പദവി, അഷറഫുൽ ഖൽഖ് എന്നുള്ള പദവി. അതിന്റെ അപ്പുറം എനിക്കൊരു കഴിവുമില്ല. അതിന്റെ അപ്പുറം എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പോലെ എല്ലാം കാണാനും അറിയാനും പ്രവർത്തിക്കാനും ഇല്ല, എനിക്ക് കഴിവില്ല. എനിക്കെങ്ങാനും അറിഞ്ഞത് അറിയുമെങ്കിൽ ലസ്തക്സർതു മിനൽ ഖൈരി വമാ മസനിയ സൂ, ഞാൻ ഒരുപാട് നന്മകൾ വർദ്ധിപ്പിക്കുമായിരുന്നു, ഇപ്പൊ ചെയ്തതിനേക്കാൾ കൂടുതൽ എനിക്കൊരു ദുരിതവും ബാധിക്കില്ലായിരുന്നു. റസൂലുള്ളാഹിന്റെ മരണത്തിന് കാരണമായത് ഖൈബറിലെ ജൂതപ്പെണ്ണ് കൊടുത്ത വിഷമുള്ള ആടിന്റെ ഭക്ഷണം കഴിച്ചിട്ട് മരണത്തിന്റെ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, ആ വിഷം എനിക്ക് ഏറ്റു തുടങ്ങി. സ്വന്തം മുമ്പിലിരിക്കുന്ന പാത്രത്തിൽ ജൂതപ്പെണ്ണ്, ചതിയത്തിയായ ജൂതപ്പെണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷം പുരട്ടിയിട്ട് കൊല്ലാൻ വേണ്ടി തന്നാന്ന് സ്വന്തം മുമ്പിലിരിക്കുന്ന പാത്രത്തിലെ ആ ഇറച്ചിയിൽ യശുണ്ടെന്ന് പോലും മുത്തനബിക്ക് അറിഞ്ഞില്ല. സ്വന്തം മുമ്പിലിരിക്കുന്ന പാത്രത്തിൽ, എന്നിട്ടത് കഴിക്കാണ് പ്രവാചകൻ. റസൂലുള്ളാഹിന്റെ 2 സഹാബികൾ അപ്പം തന്നെ മരിച്ചു വീണു. ഇതാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ബാക്കിയുള്ളവരൊക്കെ അതിന്റെ താഴെയല്ലേ. ഇതാണ് ഇസ്ലാം ദീന സഹോദരന്മാര്, കൃത്യമാണത്. എന്നിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹ് പഠിപ്പിച്ചു, റസൂലെ പൂർത്തിയായി, മതം പൂർത്തിയായിട്ടുണ്ട്, നിങ്ങൾ ആ മതം അനുസരിച്ച് പോയിക്കോളി. തറക്തു ഫീക്കും അംറൈനി ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വ സുന്നത്തി. ഖുർആനും സുന്നത്തും റസൂലുള്ളാഹി നമ്മളെ കൈ തന്നിട്ടാ പോയത്, സഹാബത്തിന്റെ കൈ കൊടുത്തിട്ടാ പോയത്. ഇത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴി തെറ്റൂല. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? ഖുർആനും സുന്നത്തും മാറ്റിവെച്ച് മാലിയും മൗലൂദും അല്ലാദും റാത്തീബും പക്ഷിപ്പാട്ടും കുപ്പിപ്പാട്ടും വാറോലകളും സ്ഥാനം പിടിച്ചു. അതാണ് ഈ ഉമ്മത്ത് ഇങ്ങനെ ആകാൻ കാരണം. അത് പഠിപ്പിച്ചു കൊടുക്കാൻ ആളുകള്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്മാർ ഇമാമിയങ്ങളിൽപ്പെട്ട ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, മതം പൂർത്തിയായി തന്നു എന്നുള്ള ആയത്ത് ഓതിക്കൊണ്ട് ഫമാലം യകുൻ യൗമഇദിൻ ദീന ലാ യകൂനിൽ യൗമ ദീന. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ദീനല്ലാത്ത ദീനായിട്ടുള്ള എന്തുണ്ടോ അതായിരിക്കും കാലാകാലം ദീൻ. അന്ന് ദീനല്ലാത്തത് ദീനല്ല. വലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ അവസാനക്കാരുണ്ടല്ലോ, റസൂലുള്ളാഹിന്റെ കാലശേഷം വരുന്ന ആളുകൾ, അവർക്കൊരിക്കലും നന്നാകാൻ പറ്റുകയില്ല, അവർക്ക് സ്വാലിഹീങ്ങളാകാൻ പറ്റുകയില്ല. ഇല്ലാ ബിമാ സ്വലുഹു ബിഹി അവ്വലുഹാ. റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തില്, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം വന്ന ഏറ്റവും നല്ല തലമുറയിൽ ജീവിച്ച ആളുകൾ കൊണ്ടു നടന്നതെന്തോ, അവർ കൊണ്ടു നടന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്തോ, അത് കൊണ്ടു നടക്കുകയല്ലാതെ അതതുപോലെ പിൻപറ്റുന്ന ആളുകൾക്ക് മാത്രമേ അവസാനത്തെ
അവസാന കാലഘട്ടക്കാർക്കും അത് നന്നാകാൻ പറ്റുകയുള്ളൂ, സ്വാലിഹീങ്ങളാകാൻ പറ്റുള്ളൂ. അപ്പൊ റസൂലുള്ളാന്റെ കാലഘട്ടം, റസൂലുള്ളാന്റെ ശേഷമുള്ള തൊട്ട് 3 കാലഘട്ടങ്ങൾ അവരെന്ത് ചെയ്തോ അത് ചെയ്താലേ ശേഷമുള്ള കാലഘട്ടക്കാർക്ക് നന്നാകാൻ പറ്റുള്ളൂ എന്ന് ലോകം കണ്ട ഏറ്റവും വലിയ ഇമാം. ശരി, എന്നാൽ ഈ റസൂലുള്ളാന്റെ കാലഘട്ടത്തിൽ റബീഉൽ അവ്വൽ മാസം ഉണ്ടോ? മാസമുണ്ട്. റബീഉൽ അവ്വൽ 12 ഉണ്ടോ? റബീഉൽ അവ്വൽ 12 ഉണ്ട്. റബീഉൽ അവ്വൽ വന്നാൽ ഓൽക്ക് എന്താ ഓർമ്മ? ഓൽക്ക് ഓർമ്മ റസൂലുള്ളാന്റെ വഫാത്താണ്. റബീഉൽ അവ്വൽ മാസം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ഓല് പഠിപ്പിച്ചിട്ടുണ്ടോ? ഓല് പറഞ്ഞോ? ഓല് അങ്ങനെ ഓർത്തോ? ഈ റബീഉൽ അവ്വൽ 12 എന്തെങ്കിലും ഒരു പ്രത്യേക 2 ആയത്ത് ഏറെ ഓതിയോ? ഒരു ഹദീസ് ഏറെ വായിച്ചോ? ഒരു ഈത്തപ്പഴം അവര് വിതരണം ചെയ്തോ? എന്തെങ്കിലും ഒരു പ്രവർത്തനം അവർക്ക് റബീഉൽ അവ്വൽ മാസവും അതേപോലെ തന്നെ അതിന് തൊട്ടു മുമ്പുള്ള മാസവും അതിനുശേഷമുള്ള മാസവും ഒരുപോലെ ആയിരുന്നു. കാരണം മതത്തിൽ പ്രത്യേകിച്ച് ഒരു പ്രത്യേകിച്ച് ഒന്നും പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ റമദാൻ അങ്ങനെയല്ല, പഠിപ്പിച്ചിട്ടുണ്ട്. റമദാനും ശവ്വാലും ഒരുപോലെയല്ല, ദുൽഖഅദും ദുൽഹജ്ജും ഒരുപോലെയല്ല, വ്യത്യാസമുണ്ട്. കാരണം മതം പഠിപ്പിച്ചു. ദുൽഹിജ്ജ മാസത്തിൽ വലിയൊരുനാളാണ്. റമദാനിൽ റമദാൻ നോമ്പ് വെൽക്കാനുണ്ട്, ശവ്വാലിൽ പെരുന്നാളുണ്ട്. മതം പഠിപ്പിച്ചെന്നുകൊണ്ട് ഓൽക്ക് വ്യത്യാസമുണ്ട്. ഇതോ മുഹറം, സഫർ, റബീഉൽ അവ്വൽ. മുഹറം ഓൽക്ക് ഒരുപോലെയാണ്, സഫർ ഒരുപോലെയാണ്, റബീഉൽ അവ്വൽ റബീഉൽ ആഖിർ ഒരുപോലെയാണ്. കാരണം പ്രത്യേകിച്ച് വിലക്കുകളൊന്നുമില്ല, പിന്നെ നിയമങ്ങളൊന്നുമില്ല, നിർദ്ദേശങ്ങളൊന്നുമില്ല. പിന്നെ ഇത് എവിടുന്നുണ്ടായി സഹോദരന്മാരെ? ഇതുണ്ടാക്കിയത് ഈ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള മതസ്ഥ ജൂത ക്രിസ്ത്യാനികളിൽ നിന്നും കടമെടുത്ത് അത് ശിയാക്കളായിട്ടുള്ള ആളുകൾ കൊണ്ടു നടന്നതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ മതത്തിൽ ആരെങ്കിലും അതിലില്ലാത്തത് കടത്തിക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണ്. അത് എത്ര നല്ലതാണെങ്കിലും, അത് പായസ വിതരണല്ലേ, ഭക്ഷണ വിതരണല്ലേ, അതേപോലെ തന്നെ അള്ളാന്റെ റസൂലിന്റെ മദ്ഹ് പറയലല്ലേ. മദ്ഹ് പറഞ്ഞതിന് ആരും എതിരല്ല, മദ്ഹ് എന്നും പറയണം. എന്താ ഈ മദ്ഹ് എന്ന് പറഞ്ഞാൽ? ഏറ്റവും വലിയ മദ്ഹ് റസൂലുള്ളാന്റെ സ്വലാത്താണ്. റസൂലുള്ളാന്റെ സ്വലാത്ത് അല്ലാതെ ഒരു മുഅ്മിന്റെ ജീവിതം ഒരു ദിവസം കഴിഞ്ഞ് പോകാൻ പാടില്ല. നമസ്കാരത്തിൽ സ്വലാത്താണ് നമ്മൾ ചൊല്ലുന്നത്. രാവിലെയും വൈകുന്നേരം സ്വലാത്ത് പഠിപ്പിച്ചു. റസൂലുള്ളാന്റെ മദ്ഹ് പറയാത്ത ദിവസമുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഞങ്ങളെ മുത്തുനബി എന്ന് പറഞ്ഞേക്കാൾ എത്ര വലിയ മദ്ഹ് ഉള്ളത്? അതിനേക്കാൾ വലിയ മദ്ഹ് ഏതാ ഉള്ളത്? 5 വക്തും പള്ളി മിനാറിൽ നിന്ന് കേൾക്കാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നുള്ളത് അതിനേക്കാൾ വലിയ മദ്ഹ് ഏതാണ്? പക്ഷേ അതൊന്നും പോരാ. ഇവിടെ മദ്ഹ് എന്ന് പറഞ്ഞ് എന്തുണ്ടാക്കി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടുന്ന് വിളിച്ചാലും കേൾക്കും, എവിടുന്ന് ചോദിച്ചാലും ഉത്തരം തരും. എന്ത് പ്രയാസവും നീക്കും. അബ്ദുൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ അഹ്സൻതു ളന്നി യാ ബശീറു യാ നദീർ. എല്ലാം ബഷീറായ നദീറായ നബിയേ, അങ്ങയുടെ അടിമയാണ് ഞാൻ. എനിക്കൊരുപാട് പ്രയാസങ്ങളുണ്ട്. അങ്ങയുടെ ഔദാര്യമാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് അങ്ങയുടെ സമീപത്തിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. ഫളലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ അഹ്സൻതു ളന്നി. നിങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ്. അതുകൊണ്ട് ഫഅഗിസ്നി വഅജിർനി യാ മുജീറ മിനസ് സഗീരി. എന്നെ സഹായിക്കണേ, എന്റെ ദുരിത കഷ്ടപ്പാടുകൾ നീക്കണേ, എന്റെ നരകത്തിൽ നിന്നും കാക്കണേ. കണ്ട, അള്ളാഹിനോട് ചോദിക്കണതൊക്കെ. ആരാ നരകത്തിൽ നിന്ന് ഒരു മനുഷ്യനെ കാക്കുക? ആരെ കാക്കും? അള്ളാഹ്ക്ക് മാത്രമേ ഒരാളെ നരകത്തിൽ നിന്ന് കാക്കാൻ പറ്റുള്ളൂ. അഫ അൻത തുൻകിദു മൻ ഫിന്നാർ. റസൂലേ, നരകത്തിൽ നിന്ന് ഒരാളെ കാക്കാൻ നിങ്ങൾക്ക് കഴിയോ? കഴിയൂല. മുത്തനബി വിചാരിച്ച കഴിയൂല. അള്ളാഹ് വിചാരിക്കണം. അങ്ങനെ അവന്റെ അമല് വേണം. അള്ളാഹ് ചോദിക്കാം, നരകത്തിൽ നിന്ന് കാക്കാൻ നിങ്ങൾക്ക് കഴിയോ? അതിന്റെ അടുത്ത് കഴിയൂല എന്നാണ്. മാലക്കാരൻ പറയുന്നു, റസൂലേ എന്നെ നരകത്തിൽ നിന്ന് കാക്കണേ. ഇതാണ് മദ്ഹ്. ഇതാണ് മദ്ഹ്. ഇത് മദ്ഹല്ല. ഇത് റസൂലുള്ളാഹിനെ പടച്ചോനാക്കലാണ്, മഹാന്മാരെ പടച്ചോനാക്കലാണ്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് എന്ന് പറഞ്ഞ പേരിൽ ഇങ്ങനെ പാടിപ്പുകയത്തിൽ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. മദ്ഹാണെന്ന് വിചാരിച്ച് എന്തും പറയാൻ പറ്റൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കല്യാണ സദസ്സിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അവിടെ ചെറിയ പെൺകുട്ടികൾ പാട്ട് പാടുന്നുണ്ട്. കല്യാണമല്ലേ, ചെറിയ പെൺകുട്ടികൾ പാട്ട് പാടാം. അപ്പൊ അവരുടെ യുദ്ധചരിത്രങ്ങളും അതേപോലെ തന്നെ അവരുടെ പിതാക്കന്മാരുടെ അവരുടെ വീരചരിതങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ പാട്ടിങ്ങനെ പാടുക. റസൂലുള്ളാഹിനെ കണ്ടപ്പോ, റസൂലുള്ളാഹി കയറി വന്നപ്പോ അവര് പറഞ്ഞു, ഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ. നാളത്തെ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു പ്രവാചകൻ ഞങ്ങൾക്കുണ്ട്. നാളത്തെ കാര്യങ്ങൾ അറിയുന്ന പ്രവാചകൻ. റസൂലുള്ളാഹി അവിടെ നിർത്തിച്ചു. ഇത് പാടാൻ പാടില്ല, നിങ്ങൾ ഇതുവരെ പാടി, ഇത് പാടിക്കോളി. എന്താ പറഞ്ഞത്? അത് മദ്ഹല്ലത്.
നാളത്തെ കാര്യങ്ങൾ, ഭാവിയിലെ കാര്യങ്ങൾ അറിയുന്നവൻ അത് അള്ളാഹുവാണ്. അത് ചെറിയ കുട്ടികളല്ലേ, കല്യാണമല്ലേ എന്ന് പറഞ്ഞോട്ടെ, എന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തിരുത്താ എന്നല്ല അപ്പ പിടിച്ചു. പറയാൻ പാടില്ല മക്കളെ, എനിക്കതറിയില്ല. ഇന്നി അബ്ദുല്ലാ ലാ തുറൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. ഈസ ഇബ്നു മറിയമിനെ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ക്രിസ്ത്യാനികൾ പാടിപ്പുകയറ്റിയതുപോലെ എന്നെ നിങ്ങൾ പാടിപ്പുകയറ്റരുത്. ഇന്നി അബ്ദുല്ലാ, ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമയാണ്, ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ ഇത് വളരെ വ്യക്തമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞെന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ബിദ്അത്ത് ആയതുകൊണ്ട് പാടില്ല എന്നുള്ളത്. ബിദ്അത്താണ്. ദീൻ റസൂലുള്ളാഹിക്കോ സഹാബത്തിനോ മുൻഗാമികൾക്കോ ആർക്കും പരിചയമില്ല. പിന്നെ എന്താ ഉണ്ടായത്? 300 കൊല്ലം, 3 നൂറ്റാണ്ട് കഴിഞ്ഞതിന്റെ ശേഷം, അല്ലെങ്കിൽ 6 നൂറ്റാണ്ട് കഴിഞ്ഞതിന്റെ ശേഷം എന്നൊക്കെ കാണാം. ഈ 300 കൊല്ലത്തിലെ ഏറ്റവും നല്ല മഹാന്മാരായ ആളുകൾക്ക്, മദ്ഹബിന്റെ പണ്ഡിതന്മാർക്ക്, സഹാബത്തിന്, റസൂലുള്ളാഹിക്കൊന്നും പരിചയമില്ലാത്തൊരു ദീനിലൊരു പുതിയൊരു സംഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ദീനായി കൊണ്ടു നടക്കുക എന്നുള്ളത് ബിദ്അത്താണ്. അത് ദീനല്ല, ബിദ്അത്താണ്. അത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടെന്നർത്ഥം. അപ്പോ ഇതെന്തല്ല, ഇത് റസൂലുള്ളാഹിയും മുത്തനബിയും പ്രവാചകന്മാരും പഠിപ്പിച്ചല്ല. ഒരു പ്രവാചകന്റെയും ജന്മദിനം റസൂലുള്ളാഹി ആഘോഷിച്ചിട്ടില്ലല്ലോ. റസൂലുള്ളാഹിനെ തൊട്ട് മുമ്പ് കഴിഞ്ഞു പോയ ആളാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈ ഈസാ നബിയുടെ ജന്മദിനം ക്രിസ്ത്യാനികൾ ആഘോഷിക്കുന്നുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളെക്കാൾ ഈസാ നബിയോട് ഞങ്ങൾക്കാണ് ബന്ധം, ഞങ്ങളും കൂടിയുണ്ട് ബർത്ത്ഡേ, പിന്നെ ഈസാ നബിയുടെ ബർത്ത്ഡേ ആഘോഷിക്കട്ടെ എന്ന് പറഞ്ഞു? ഇല്ല, അത് പറഞ്ഞില്ല. ഇന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ടൊരു നോമ്പ് ജൂതന്മാര് നോറ്റിയിരുന്നു. ഏതാണെന്ന്? മുഹറം 10 നോമ്പ്. അവിടെ റസൂലുള്ളാഹി പറഞ്ഞു, എന്ത്? അള്ളാന്റെ വഹി എത്തിയപ്പോ, നിങ്ങളെക്കാൾ ഞങ്ങൾ മൂസാ നബിയോട് ഞങ്ങൾക്കാണ് ബന്ധം, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങൾ മുഹറത്തിന്റെ നോമ്പ് വിൽക്കണം. മുഹറം 10 നോമ്പ് റസൂലുള്ളാഹി പഠിപ്പിച്ചു. ഇസ്ലാമിൽ ജന്മദിനാഘോഷം എന്ന് പറഞ്ഞ പരിപാടിയില്ല. അപ്പോ ഇത് ദീനായി കൊണ്ടെടുക്കാൻ പറ്റൂല. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും ഒരു വിഭാഗത്തോട് സദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവനാണ്. അപ്പൊ ഏത് വിഭാഗത്താരാണ്, ഏത് ആളുകളോടാണ് സദൃശ്യപ്പെടുന്നത്? അവരോടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ലാ തത്തബിഉന്ന സനന മൻ കാന ഖബലക്കും. ഈ ഉമ്മത്തിലെ ആളുകൾ, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിലെ ആളുകൾ, മുൻഗാമികളുടെ ചര്യകൾ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ശിബറം ബിശിബരിൻ വദിറാഅൻ ബിദിറാഇൻ. ചാണിന് ചാണായും മുഴത്തിന് മുഴമായും. എങ്ങനെയാണോ ജൂത ക്രിസ്ത്യാനികൾ കൊണ്ടിരുന്നത് അതുപോലെ കൊണ്ടെടുക്കും. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഹത്താ ലൗ സലകൂ ജുഹ്റ റബ്ബിൻ ലസലക്തുമൂഹു. എത്രത്തോളം അവര് പോയ വഴി എത്ര ദുർഘടം പിടിച്ച വഴിയാണെങ്കിലും, എത്ര പോകാൻ പിൻപറ്റാൻ എത്ര പ്രയാസകരമായ വഴിയാണെങ്കിലും നിങ്ങളും പിൻപറ്റും. എന്റെ ഉമ്മത്തിലെ ചില ആളുകൾ അവർ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ കയറിയിട്ടാണ് പോയതെങ്കിൽ അതും നിങ്ങൾ ചെയ്യും. എന്റെ ഉടുമ്പിന്റെ മാളം പറയാൻ കാരണം, എന്റെ ഉടുമ്പിന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, മാളങ്ങളിൽ ഏറ്റവും പോകാൻ പ്രയാസം ഉടുമ്പിന്റെ മാളമാണ് അത്ര, പാമ്പിന്റെ മാളത്തേക്കാൾ. കാരണം അത് അത്രത്തോളം സേഫായിട്ട് അത്ര മാളുണ്ടാക്കുക. സൈഡിക്കും വലത്തോട്ടുക്കും ഇടത്തോട്ടുക്കും മുഴക്കും അടിക്കൊക്കെ ഉണ്ടാവും അത്ര. അപ്പൊ പോകാൻ കുറച്ച് ഇടങ്ങാണ്. അപ്പൊ എത്ര കഷ്ടപ്പെട്ടവരും ജൂതനെയും ക്രിസ്ത്യാനിയും പിൻപറ്റും. എങ്ങനെ? ചാണിന് ചാണായും മുഴത്തിന് മുഴമായും. അതാണ് ഇവിടെ കാണുന്നത്. എന്താണോ പള്ളിപ്പെരുന്നാളിന് നടക്കുന്നത്, എന്താണോ ക്രിസ്മസിന്റെ ദിവസം അവരുടെ പള്ളി അലങ്കരിക്കുന്നതും അവരുടെ സ്ഥാപനങ്ങളെ, അതന്നെ അവിടെ സ്റ്റാറുണ്ട്, ഇവിടെ സ്റ്റാറുണ്ട്, ഇവിടെ നല്ല മാലകളുണ്ട്, അവിടെയുണ്ട്. അവിടുത്തെ എന്താ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ. എന്താണ് അവർ അവരുടെ മഹാന്മാരുടെ കബറുകളിൽ നടത്തുന്നത്, അതന്നെ ഇവിടെ ജാറങ്ങളിലും മക്കബറുകളിലുണ്ട്. ഒരുപാട് വിഷയങ്ങൾ സഹോദരന്മാരെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല തലമുറ എന്ന് പറഞ്ഞ ഖൈറുൻ നാസി ഖർനി, എന്റെ തലമുറയാണ് ഏറ്റവും നല്ല തലമുറ. ഹുമ്മല്ലദീന യലൂനഹും, പിന്നെ അതിനുശേഷം വന്നവർ, പിന്നെ അതിനുശേഷം വന്നവർ. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. പിന്നെ അതിനുശേഷം വന്നവർ, പിന്നെ അതിനുശേഷം എന്ന് പറഞ്ഞിട്ടില്ല. 3 തലമുറ അവിടെ നിന്നു. പിന്നൊക്കെ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റൂല. ഈ 3 തലമുറ എന്ത് ചെയ്തു? ഈ കാട്ടിക്കൂട്ടുകൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെയ്തിട്ടില്ല. റസൂലുള്ളാഹിയും സഹാബത്തും മുൻഗാമികളും ഒന്നും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ദീനിൽ അതിനൊരു സ്ഥാനവുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, ഒരു ബിദ്അത്തിന്റെ ഭക്ഷണം നമ്മൾ കഴിക്കരുത്. ഒരു ബിദ്അത്തിന് നമ്മൾ 10 രൂപ കൊടുക്കരുത്. ദീനിനെ പൊളിക്കാൻ മറ്റുള്ള മതസ്ഥരുണ്ടാക്കിയ പ്രവർത്തനം ചെയ്യേണ്ട ആളുകളല്ല നമ്മൾ. അപ്പൊ അത് ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തിനെ മുറുകെ പിടിച്ച് ബിദ്അത്തുകളെ മാറ്റി നിർത്തി
അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹിയും സഹാബത്തൊക്കെ ജീവിച്ച പോലെ ജീവിക്കുവാനും ആ നിലക്ക് അള്ളാഹുവിന് സന്തോഷത്തോടുകൂടി മരിച്ചെല്ലുമ്പോൾ കണ്ടെത്തുവാനുള്ള തൗഫീഖ് നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്കും എല്ലാ സർവ്വ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുക. നബിദിനാഘോഷം നിങ്ങൾ 4 ആൾക്കാർ ചെയ്യണില്ല, ലോകത്ത് എല്ലാ രാജ്യത്തും ഉണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്, മക്കത്തുണ്ട്, മദീനത്തുണ്ട്, എല്ലായിടത്തും ഉണ്ട് എന്നാണ് നബിദിനം കഴിക്കാനുള്ള ഒരു തെളിവ്. എല്ലായിടത്തും ഉണ്ടാവും, പക്ഷെ ഖുർആനിലും സുന്നത്തിലും ഇല്ല എന്നുള്ളതാണ്. ഖുർആനിലും സുന്നത്തിലും ഇല്ല, റസൂലുള്ളാഹിയും സഹാബത്തും ചെയ്തിട്ടില്ല. ലോകത്ത് എല്ലായിടത്തും ഉണ്ടായിക്കോട്ടെ, എല്ലാവരും ചെയ്യുന്നു എന്നുള്ളത് ദീനിൽ തെളിവല്ല. എല്ലാവരും കൂടുതലും ബാത്തിലിന്റെ ആൾക്കാരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ കൂടുതൽ ആളുകളും എന്ന് പറഞ്ഞിട്ടൊക്കെ മോശം കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ ആളുകളും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആയത്തുകളിൽ വലാകിന്ന അക്സറന്നാസി, എന്നാൽ ജനങ്ങളിൽ അധിക പേരും ലാ യഅഖിലൂൻ, ദീനിനെ കുറിച്ച് ചിന്തിക്കാത്തവരാണ്. അക്സറുഹും ലാ യഅലമൂൻ, കൂടുതൽ പേരും ദീന് പഠിക്കാത്ത ആളുകളാണ്. അക്സറുഹും യജ്ഹലൂൻ, കൂടുതൽ ആളുകളും ജാഹിലുകളാണ്. അക്സറുഹും ലാ യുഅ്മിനൂൻ, കൂടുതൽ ആളുകളും വിശ്വസിക്കാത്തവരാണ്. അക്സറുൻ നാസി ലാ യശ്കുറൂൻ, കൂടുതൽ ആളുകളും നന്ദി കാണിക്കാത്തവരാണ്. അക്സറുഹുൽ ഫാസിഖൂൻ, കൂടുതൽ ആളുകളും തെമ്മാടികളാണ്. എത്ര ആയത്ത് കാണാൻ പറ്റുന്നത്? അപ്പൊ ജനക്കൂട്ടം എന്തു ചെയ്യുന്നു എന്നുള്ളതില്ല. ആൾക്കൂട്ടത്തിൽ ഒറ്റയാനാണോ നീ? ദീന് കൊണ്ടെടുക്കണം, ഒറ്റയാനായിട്ടെങ്കിലും. എന്നാൽ നേരെ തിരിച്ചാണ് അല്ലാഹു പറഞ്ഞത്, വഖലീലും മിൻ ഇബാദിയശ് ശകൂർ, എന്റെ ഉമ്മത്തിൽ എന്റെ അടിമകളിൽ ഏറ്റവും അള്ളാഹുവിന് ശുക്റുള്ളവരായിക്കൊണ്ട് വഴിപ്പെട്ട് ജീവിക്കുന്നവർ കുറച്ചാണ്. വഴിപ്പെട്ട് ജീവിക്കുന്നവർ കുറച്ചാണ്. അതുകൊണ്ട് എത്ര കുറച്ചാണെങ്കിലും ഹക്കറ്റ് നിന്നോ. അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, മക്കത്തുണ്ട്, മദീനത്തുണ്ട്, മിസ്റിലുണ്ട്, ഈജിപ്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ ചെയ്യും. ഒരു ന്യായീകരണം അതാണ്. സഹോദരന്മാരെ, ജനങ്ങൾ കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ, അത് ദീനിന് തെളിവല്ല. അതൊന്നല്ല ചോദിക്കുക. ഖുർആനിലും സുന്നത്തിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാ കവറിൽ വിചാരണ. അതിനനുസരിച്ച് സിറാത്ത് പോലാണ് കിടക്കുക. അതുകൊണ്ട് അതനുസരിച്ച് പരലോകത്തെ വിചാരണ, അതനുസരിച്ച് സ്വർഗവും നരകവും തീരുമാനിക്കുന്നത്. ഇന്ന നാട്ടിലുണ്ടോ, ഇന്ന പ്രദേശത്തുണ്ടോ. മക്കത്ത് കഅബയിൽ വിഗ്രഹങ്ങളെ വെച്ച് ആരാധിച്ചില്ലായിരുന്നു ഒരു കാലഘട്ടത്തിൽ. റസൂലുള്ളാഹിന്റെ മുമ്പുള്ള കാലഘട്ടത്തിൽ അതുകൊണ്ട് അത് ഖൈറാവോ? ഇല്ലല്ലോ. ഇനി കുറച്ചു കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയിലേക്ക് ഒരു പക്ഷെ പോകും. കഅബ അക്രമികളുടെ കയ്യിൽ വരും, കഅബ തകർക്കപ്പെടും. ഇല്ലേ? റസൂലുള്ള പഠിപ്പിച്ചല്ലേ ഖിയാമത്ത് നാളിന്റെ സമയമാകുന്ന സമയത്ത് ഹജറ, കഅബയുടെ ഓരോ കല്ലുകളും ഇളക്കി തകർത്ത് തരിപ്പണമാക്കുന്നൊരു കാലം വരും. അക്രമികൾ മക്കയും മദീനയും കീഴടക്കും. എല്ലാ തോന്നിയാസവും ഉണ്ടാവും. എന്നാ പിന്നെ അന്നത്തെ അവരുടെ ആദർശമാണ് മക്കക്കാരുടെ ആദർശം എന്ന് പറയാൻ പറ്റില്ല. ഇന്ന ആളുകളുടേതെന്നില്ല. ഖുർആനും സുന്നത്തും പഠിപ്പിച്ചിട്ടുണ്ടോ? അതാണ് സഹോദരന്മാരെ നമ്മൾ കൊണ്ടുനടക്കേണ്ടത്. ഈ മയ്യത്ത് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഷാഫി മദ്ഹബിലെ 2ാം ഷാഫി എന്നറിയപ്പെടുന്ന പണ്ഡിതനാണ്. മഹാരഥനായിരുന്നു. കുറച്ചു കാലം ജീവിച്ചിട്ടുള്ളൂ. 40-45 വയസ്സ് ജീവിച്ചിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹം എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ, അദ്ദേഹത്തിന്റെ ജീവിച്ച ദിനങ്ങളും അതേപോലെ തന്നെ അദ്ദേഹം എഴുതി വെച്ച ഗ്രന്ഥങ്ങളുടെ പേജുകളും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേജുകൾ എത്രയോ, ഒരു ദിവസം തന്നെ എത്രയോ വെറുതെ എഴുതി കൂട്ടില്ല. ഫുള്ള് ഇൽമാണ്. ഷാഫി മദ്ഹബിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഷാഫി മദ്ഹബിനെ തർത്തീബാക്കിയ പണ്ഡിതനാണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി. കനപ്പെട്ട ഗ്രന്ഥങ്ങളുടെ ശേഖരണമുള്ള അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഈ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് കൊണ്ടുപോകുന്ന എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇവിടെ നമ്മളെ ഷാഫി മദ്ഹബാരാണെന്ന് പറയുന്ന ആൾക്കാരെ ഈ പണി ചെയ്യുന്നു. മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് റസൂലുള്ളാഹി എന്താ പഠിപ്പിച്ചത്? മിണ്ടാതെ, മറ്റു സംസാരങ്ങളുമില്ലാതെ മരണത്തെ ഓർത്ത് പിന്നെ പോവുക എന്നുള്ളതാണ്. ഒരു ദിക്റും വേണ്ട. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഈ വിഷയത്തിലുള്ള നിലപാട്? അദ്ദേഹം പറഞ്ഞു, അന്ന സവാബൽ മുഖ്താറ മാക്കാന അലൈഹി സലഫി അമാക്കാന അലൈഹി സലഫു അസ്സുകൂത്ത് ഫീ ഹാലി സൈരി മഅൽ ജനാസ. അദ്ദേഹത്തിന്റെ കിതാബിലുള്ളതാ.
ഞങ്ങള് നബി ഇമാമിന്റെ ആൾക്കാരാണ്, ഷാഫി ഇമാമിന്റെ ആൾക്കാരാണ്, ഷാഫി മദ്ഹബരാണെന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇതിനെതിരെ ചെയ്യണത്. അദ്ദേഹം പറഞ്ഞെന്താ? അന്ന സവാബൽ മുഖ്താറമാക്കാൻ അലൈഹി സലഫു, സലഫ് സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചതായ ശരിയായ നിലപാട് അസ്സുകൂത്ത് ഫീ ഹാലി സൈരി മഅൽ ജനാസ, ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് മിണ്ടാതെ കൊണ്ടുപോകണം. വലാ യുർഫഉ സൗതുഹു ബിഖിറാഅത്തിൻ വലാ ദിക്രിൻ, ദിക്ർ ചൊല്ലിക്കൊണ്ടോ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടോ ശബ്ദമുയർത്തി പറഞ്ഞുകൊണ്ട് ദിക്ർ ചൊല്ലി ഖുർആൻ പാരായണം ചൊല്ലി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഔറാദുകളോ അദ്കാറുകളോ ചൊല്ലിക്കൊണ്ട് പോകുന്ന പരിപാടിയില്ല. ഞാനിപ്പോ എന്തിനാ അത് പറഞ്ഞത്? ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടതല്ലോ, പക്ഷെ അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ കുറെ ആളുകളൊക്കെ, കൂടുതലും ആളുകളും മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലണാണല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലാ തഗ്തറ ബി കസറത്തിൽ ഹാലിക്കിൻ, കുറെ ആളുകൾ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ച് നീ വഞ്ചിതനാകണ്ട. ഹക്ക് ചെയ്യാൻ നീ മാത്രമാണ് എങ്കിൽ നീയാണ് യഥാർത്ഥ ദീന് ദീനിന്റെ അനുസരിച്ച് ജീവിക്കുന്ന ആള്. കുറെ ആളുകൾ അത് ചെയ്യുന്നുണ്ടല്ലോ, കുറെ ആൾക്കാർ അത് നോക്കേണ്ട ആവശ്യമില്ല. ഹക്കിന്റെ ആളുകൾ ആരും അത് നോക്കുക. അപ്പൊ ആളുകൾ ചെയ്യുന്നുണ്ട്, അവരിത് പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ അതിനാണ് എന്ന് പറഞ്ഞിട്ട് എന്താക്കണ്ട, കൊണ്ടടക്കണ്ട. അതാണ് പണ്ഡിതന്മാര് പഠിപ്പിക്കണം നബിദിനാഘോഷത്തെക്കുറിച്ച്. ലാ അലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫീ കിതാബിൻ വലാ സുന്ന, ഈ മൗലിദാഘോഷത്തിന് അള്ളാന്റെ കിതാബിലോ റസൂലുള്ളാന്റെ സുന്നത്തിലോ ഒരു അസ്ലും ഇല്ല, ഞാനതിന് കാണുന്നില്ല. വലാ യുൻകലു അമലുഹു അൻ അഹദിൻ മിനൽ ഉലമാഇൽ ഉമ്മ, ഖുർആനിലും ഇല്ല സുന്നത്തിലും ഇല്ല, ശരി, അവിടെ രണ്ടിലും ഇല്ല. ഇനി ഏതെങ്കിലും ഈ ഉമ്മത്തിലെ വലിയ പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. വലാ യുൻകലു അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഹും ഖുതുവത്ത് ഫിദ്ദീനിൽ മുതമസ്സിഖീന ബി ആഥാരിൽ മുതഖദ്ദിമീൻ, അഥവാ ഈ ഉമ്മത്തിലെ ഏറ്റവും പിൻപറ്റപ്പെടേണ്ടവരായ പണ്ഡിതന്മാരും അത് ചെയ്തിട്ടില്ല. ഖുർആനിലും ഇല്ല സുന്നത്തിലും ഇല്ല, ഉലമാക്കളും പഠിപ്പിച്ചിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയാം ബൽ ഹുവ ബിദ്അത്തുൻ, അത് പുത്തനാചാരമാണ്. നബിദിനാഘോഷം കഴിക്കുക എന്നുള്ളത്, കൊണ്ടാടുക എന്നുള്ളത് പുത്തനാചാരമാണ്. അഹ്ദസഹൽ ബത്താലൂൻ, ദീനി പൊളിയന്മാരാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഷിയാക്കളാണ്, സൂഫികളാണ്. വശഹവത്തു നഫ്സിൻ, ദേഹേച്ഛയുടെ ആളുകൾ. ഇജ്തനാബി അൽ അക്കാലൂൻ, തീറ്റയുടെ ആൾക്കാര്, തീറ്റ കൊതിയന്മാരായ ആളുകളാണ് അത് നിലനിർത്തി പോകുന്നുള്ളത്. കാരണം എന്താ, തിന്നാൻ കിട്ടുന്ന കാര്യമാണെന്നുള്ളത്. ദീനില് ഒരു അടിസ്ഥാനവും ഇതിനില്ല എന്നുള്ളത് അത് പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് സഹോദരന്മാര്, ദീന് നമ്മൾ പഠിക്കുക, പഠിച്ച ജീവിതത്തിൽ പകർത്തുക, അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും ഭാര്യ ഭർത്താക്കന്മാരിലൊക്കെ ഈ ദീന് അപ്ലൈ ചെയ്യുന്നുണ്ടോ, ഇതിനെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ചോദിക്കുക തന്നെ ചെയ്യും അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് പഠിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുമാറാവട്ടെ. അല്ലാഹുവിന്റെ മുത്തനബി പഠിപ്പിച്ച സുന്നത്തുകൾ എടുക്കുവാനും വിദഗ്ധകളിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഖബർ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ സമ്പത്തിലും നമ്മുടെ മക്കളിലും ഇണതുണകളിലും നമ്മുടെ ബിസിനസ്സുകളിലും നമ്മുടെ കച്ചവടങ്ങളിലും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും ഹലാലും ഇറക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار وادخلنا الفردوس يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.